പ്രിയമുള്ള കാലം എന്നൊരു നിരൂപകൻ ആണ് തെറ്റുപറ്റാത്ത ഏക നിരൂപകൻ. ആ നിരൂപകൻ തിരഞ്ഞെടുത്ത കൃതികളാണ് വിശ്വസാഹിത്യത്തിലെ ക്ലാസിക്കുകളായി അറിയപ്പെടുന്നത്. വളരെ പെട്ടെന്ന് ഒരു ചെറിയ കാലത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പുതിയ കൃതികൾ അതേ വേഗത്തിൽ തന്നെ വിസ്മരിക്കപ്പെട്ടു എന്ന് നമുക്ക് സാഹിത്യ ചരിത്രം നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. 3 മാസത്തിനകം 30 പതിപ്പ് വന്നു എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ചില പുസ്തകങ്ങൾക്ക് ചിലപ്പോൾ 31-ാം പതിപ്പ് ഉണ്ടായില്ല എന്നാണ്. ഒരു കൃതിയെ വിലയിരുത്തുമ്പോൾ ആർക്കായാലും തെറ്റുപറ്റും. തെറ്റുപറ്റാത്ത നിരൂപകൻ കാലം. അങ്ങനെ കാലത്തിൻ്റെ അംഗീകാരം കിട്ടിയ ചില പുസ്തകങ്ങളാണ് നമ്മളിവിടെ മാസം 1 എന്ന കണക്കിന് അല്ലെങ്കിൽ മാസം 2 എന്ന കണക്കിന് കൂട്ടായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നാണ് എൻ്റെ ധാരണ. എഴുത്തുപോലെ തന്നെ ആസ്വാദനത്തിനും ഒരുപാട് പരിമിതികളുണ്ട്. മലയാളിയുടെ ഒരു സംസ്കാര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഏത് കൃതിയെയും അയാൾക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. മലയാളി ഒരു പുസ്തകം വായിക്കുമ്പോൾ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു പാരമ്പര്യം, ഈ പാരമ്പര്യത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അത് നമ്മളുടെ നിഴല് പോലെ എപ്പോഴും കൂടുന്നുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളെല്ലാ കൃതികളെയും വിലയിരുത്തുന്നത്. കേരളത്തിൻ്റെ ആചാരങ്ങൾ, നമ്മളുടെ വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ഉപബോധ മനസ്സിൽ കുടികൊള്ളുന്ന സത്യങ്ങളാണ്. ഇവയുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ ഓരോ സാംസ്കാരിക തലം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ സാംസ്കാരിക തലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വളരെ വ്യത്യസ്തമായൊരു സാംസ്കാരിക തലത്തിൽ പിറവിയെടുത്തൊരു പുസ്തകം നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളുടെ വായനയിൽ പല പരിമിതികളുമുണ്ടാകും. ആ പരിമിതികൾ പോലെ തന്നെ ഈ പുസ്തകം കൃത്യമായി ഏത് സംസ്കാരത്തിലാണോ ഉണ്ടായത് അവർക്ക് ലഭിക്കാത്ത ചില നേട്ടങ്ങളും നമുക്ക് കിട്ടിയിരുന്നു. മൊഴിമാറ്റങ്ങളിലൂടെയാണ് നമുക്ക് ഈ ലോക സാഹിത്യത്തിലെ പല കൃതികളും കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ പഠന മാധ്യമം വളരെ കാലമായി ഇംഗ്ലീഷ് ആയതുകൊണ്ടും ഇംഗ്ലീഷിലാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ള വൈദേശിക ഭാഷ എന്നുള്ളത് കൊണ്ടും ഒട്ടുമിക്ക ക്ലാസിക്കുകളുടെയും ഇംഗ്ലീഷ് പരിഭാഷകളാണ് സാമാന്യമായി മലയാളിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ പിന്നിൽ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടുള്ളൊരു കാര്യം, മലയാളിയിൽപ്പെട്ട ഒരു കവിയെ ഇംഗ്ലീഷ് കവിയോടാണ് നമ്മൾ താരതമ്യം. എന്നിട്ടാണ് മേന്മ നിശ്ചയിക്കും. വേർഡ്സ്വർത്ത് പ്രകൃതിയെപ്പറ്റി മലയാളത്തിൽ ഏതെങ്കിലും ഒരു കവി പ്രകൃതിയെപ്പറ്റി ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അത് വേർഡ്സ്വർത്തിൻ്റെ കവിതയുടെ ഏതാണ്ട് അതുപോലെ തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റേ ട്രാൻസെൻഡൻ്റലിസം എന്ന അമേരിക്കൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രകൃതിയുമായിട്ട് ഇറങ്ങിത്തരുന്ന ഒരുപാട് കവികളുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് അക്കൂട്ടത്തിൽ ഒരാളാണ്. അങ്ങനെ പലരും അവരുടെ കവിതയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു. ഇത് ശരിയാണ്. വേർഡ്സ്വർത്തിൻ്റെ മിക്കവാറും അദ്ദേഹത്തിൻ്റെ പ്രില്യൂഡും എക്സ്കർഷനും ഉൾപ്പെടെയുള്ള വലിയ കവിതകൾ, നീണ്ട കവിതകൾ, 10,000-1000 വരികളുള്ള കവിതകൾ, ഇതൊക്കെ ഞാൻ ചെറുപ്പം വായിച്ചിട്ടുണ്ട്. എക്സ്കർഷനും പ്രില്യൂഡും നമ്മളുടെ കോളേജ് ക്ലാസ്സുകളിൽ അതൊന്നും വരാറില്ല. ടിൻഡർഗ്രാവിയും വോട്ട് ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റിയിലാണ് വെച്ചൊക്കെ നമ്മൾ താഴ്ത്തിട്ടിരിക്കുന്നത്. പക്ഷെ വേർഡ്സ്വർത്തിൻ്റെ ഈ കവിതകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നതാണ് കുഞ്ഞിരാമൻ നായരുടെ അടുത്തെങ്കിലും ചോദിച്ചു. എനിക്ക് തോന്നിയിട്ടില്ല. ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു കുഞ്ഞിരാമൻ നായരാണ് വേർഡ്സ്വർത്ത് എന്ന് പറയുകയും ചെയ്തു. അല്ലാണ്ട് വേർഡ്സ്വർത്ത്
സാഹിത്യത്തിൻ്റെ ഒരു നിഴലാണ് കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്നതിന് എന്താണ്? വൈലോപ്പിള്ളിയെ പോലുള്ള ഒരു കവി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കിട്ടിയ എവിടെ കഴിയും? ഒരു വലിയ പാരമ്പര്യം മുഴുവൻ തൻ്റെ ചുമലെ ചുമന്ന് 60 കൊല്ല കാലത്തിനിടയ്ക്ക് 10-14 കൃതികൾ മാത്രമേ ചെയ്തു. ഇത്രയും ഡയമെൻഷനുള്ളൊരു എഴുത്തുകാരൻ വേറെ എവിടെ നോക്കിയിട്ടുണ്ട്? അപ്പൊ താരതമ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും മലയാളി താരതമ്യപ്പെടുത്തുന്നത് തമിഴൻ താരതമ്യപ്പെടുത്തുന്ന പോലെ ആവില്ല, ഹിന്ദിക്കാരൻ താരതമ്യപ്പെടുത്തുന്ന പോലെയാണ്. നമ്മളുടേതായിട്ടുള്ളൊരു സംസ്കാരത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് ഏത് കൃതിയെയും വിലയിരുത്താൻ പറ്റൂ. പിന്നെ എങ്ങനെയാണ് ഈ ലോക സാഹിത്യ കൃതികൾ നമ്മൾ വിലയിരുത്തുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ജാതി വ്യത്യാസം ഉണ്ടാവാം, ആചാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം, നിറത്തിൽ വ്യത്യാസം ഉണ്ടാവാം, ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവാം. ഇതിനൊക്കെ അപ്പുറം ചില സമാനതകളുണ്ട്. ഒരു സ്പീസീസ് എന്നുള്ള നിലയിൽ മനുഷ്യൻ ദുഃഖം, ലോകത്തിലെമ്പാടും മനുഷ്യൻ ദുഃഖിക്കുന്നവരാണ്, ലോകത്തിലെമ്പാടും മനുഷ്യൻ ആഹ്ലാദിക്കുന്നവരാണ്, ലോകത്തിൽ മനുഷ്യർക്ക് എല്ലാവർക്കും കോപം, അസൂയ തുടങ്ങിയ വികാരങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ സ്ഥായിഭാവങ്ങൾ നമ്മളുടെ മനസ്സിൽ കുടികൊള്ളുന്നു. ലോകത്തിലെ ഏത് മനുഷ്യൻ, ഏതെഴുത്തുകാരനും ഈ സ്ഥായിഭാവങ്ങളിൽ സ്പർശിക്കുന്നു. ആ സ്പർശം എത്ര ആഴത്തിൽ നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നു എന്നതാണ് ലോകസാഹിത്യ വിവർത്തനങ്ങളിൽ നമ്മൾ പരിഗണിക്കട്ടെ. മറ്റൊരു പ്രത്യേകത കൂടി ഇതിൽ പറയുന്നു. മലയാളത്തിലെ പരമ്പരാഗതമായ രീതിയിൽ നമുക്ക് കുറേ കൃതികളിൽ അഭിരമിച്ചിരുന്നു. ഇതിനപ്പുറത്തുള്ളൊരു മഹാലോകത്തെ നമുക്ക് തുറന്നു തന്നത് ലോകസാഹിത്യത്തിൽ നിന്ന് വന്ന ചില വിവർത്തനങ്ങളാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മലയാളി ഏറ്റവും കൂടുതൽ വായിക്കുന്നത് നോവലാണ്. നോവലിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. നമ്മളുടെ ആദ്യകാലത്തെ നോവലുകൾ വെറും യക്ഷി കഥകൾ പോലെ ഉറങ്ങുന്ന വരെ വായിക്കാൻ ഒരു പുസ്തകം എന്നാണ് അന്നത്തെ നോവലുകളെ പറ്റി. ഉറക്കം വരുന്നവരെ വായിക്കാവുന്ന ഒരു പുസ്തകം എന്നതാണ് നോവലിനെ പറ്റി എല്ലാം നിർവഹിക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഉറങ്ങാൻ പറ്റാത്ത ഒന്നാണ് നോവൽ എന്നുള്ള ബോധ്യം നമുക്ക് വന്നത് ഭാവങ്ങളുടെ വിവർത്തനങ്ങളുണ്ട്. കോണ്ടിനെൻ്റൽ ഫിക്ഷൻ്റെ വരവോടുകൂടിയാണ്. കോണ്ടിനെൻ്റൽ ഫിക്ഷൻ എന്ന നിരൂപണത്തിൽ നമ്മൾ പറയുന്നത് ഫ്രഞ്ച് റഷ്യൻ നോവലുകളെ പറ്റി. ഈ ഫ്രഞ്ച് റഷ്യൻ നോവലുകളുടെ പരിഭാഷ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആവാൻ നോവലല്ലേ എന്നുള്ളൊരു ചിന്ത മലയാളിക്ക് വന്നത്. അത് 1925 പ്രസക്തമാണുള്ളത്. 2025 പ്രസക്തമാണുള്ളത്. 1925 ഭാവങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടത്. ഭാവങ്ങളുടെ വിവർത്തനത്തിൻ്റെ 100ാം ആണ്ടാണ്. ആ നിലയിൽ മലയാളിയുടെ വായനാ സംസ്കാരത്തെ അടിമുടി മാറ്റിയ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ കോണ്ടിനെൻ്റൽ ഫിക്ഷൻ്റെ വരവാണ്. അതിനുശേഷമാണ് നമുക്ക് നാടകങ്ങൾ വന്നത്. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും വിവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് നോവലുകളുടെ കഥ മലയാളത്തിലാക്കുന്ന ഒരു സമ്പ്രദായം. ഇത് ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്ന് തന്നെ പറയാം. അതൊന്നും നമുക്കിപ്പോൾ കിട്ടാനില്ല. അത്ര വികലമായിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഇംഗ്ലീഷുകാരൻ്റെ ആചാരവും പെരുമാറ്റ രീതിയൊക്കെയാണ്, പേര് മാത്രം മതി. ഒരു ഇംഗ്ലീഷ് നോവൽ വായിച്ചാൽ ചുരുങ്ങിയൊരു മലയാളം നോവൽ കിട്ടും, പറ്റുമെങ്കിൽ കണ്ടെന്ന് വരും. അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ട്. പഴയ കാലത്തൊക്കെ കിട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ ഈ ഞാനിപ്പോഴും ഓർക്കുന്ന ഇതാണ്. അമ്മയും മകളുമാണ് വീട്ടിൽ താമസിക്കുന്ന കഥാപാത്രങ്ങൾ. അമ്മയും മകളുമാണ്. അമ്മ രാവിലെ 5 മണിക്ക് പതിവ് പോലെ എഴുന്നേറ്റ് വീട്ടിൽ പണിയൊക്കെ ചെയ്തു. മകളെ എണീക്കാൻ വൈകി. മകളൊരു 7-7:30 മണിയായിട്ട് വീട്ടിൽ പുറത്തേക്ക് വരുമ്പോൾ അമ്മ എന്തോ പണിയിൽ ഏർപ്പെട്ടിട്ട് ഉടനെ ഈ മലയാളി മകളെയും മലയാളി അമ്മയോട് ഗുഡ് മോർണിംഗ് എന്നാണ് പറയുന്നത്. കേരളത്തിൽ എവിടെ ഉണ്ട് ഈ സമ്പ്രദായം? ഇനി അഥവാ ഈ മകൾ അങ്ങടെ പറഞ്ഞെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ എന്താ പറയുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ. ഈ ആചാരമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ മലയാളിയുടെ ആചാരത്തിൽ മായം കലർത്തുന്ന വിവർത്തനങ്ങളൊക്കെ കാലമാകുന്ന നിരൂപകൻ പുറം കൈകൊണ്ട് ഒരു ദശാബ്ദത്തിനകം തന്നെ തട്ടിമാറ്റിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത കൃതികളാണ് നമ്മൾ ക്ലാസിക്കുകൾ എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കുകൾ നമ്മളുടെ പ്രായമനുസരിച്ച് നമ്മളുടെ വായനയിൽ വ്യത്യാസം വരും എന്നുള്ളതാണ്. 14 വയസ്സിൽ
ഒരു കുട്ടി വായിക്കുന്ന പാവങ്ങൾ സംഗ്രഹമല്ല 20 വയസ്സിലെ അയാൾ വായിക്കുക. 20 വയസ്സിലെ അയാൾ വായിക്കുന്ന പാവങ്ങളല്ല 60 വയസ്സിൽ അയാൾ വായിക്കുക. നമ്മളുടെ വളർന്നു വരുന്ന സംസ്കാരത്തോടൊപ്പം ഈ കൃതികളുടെ വായനാനുഭവങ്ങളും വളരെ വ്യത്യസ്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് ശേഷം ഇംഗ്ലണ്ടിലെ പല പാർക്കുകളിലും ഉദ്യാനങ്ങളിലും വൈകുന്നേരത്തൊരു കാഴ്ച, ഒരു ബെഞ്ചുമ്മൽ 5 or 6 ആളുകൾ ഇരുന്ന് നടുവിലിരിക്കുന്ന ആൾ ഗീതാഞ്ജലി വായിക്കുക എന്നുള്ളതാണ്. ബാക്കി ആളുകൾക്ക് കേട്ടുകൊണ്ടിരിക്കുക. തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിൽ ജനിച്ച ആളുകൾ ഇന്ത്യയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആധ്യാത്മിക സംസ്കാരത്തിൽ വേരോട്ടമുള്ളൊരു കൃതി അത്രമേൽ അവരെ പിടിച്ചിട്ടുന്നതായി തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ എന്ത് യാഥാർത്ഥ്യമാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ ഈ സ്ഥായി ഭാവങ്ങളാണ്. ഈ ഭാവങ്ങൾ കുടികൊള്ളുന്നതുകൊണ്ടാണ് ക്ലാസിക്കൽ നമ്മളിപ്പോഴും വായിക്കുന്നത്. കാലഘട്ടത്തിന് വായനയിൽ ഒരുപാട് മുദ്രകൾ പഠിക്കാറുണ്ട്. നമ്മൾ മഹാഭാരതം വായിക്കുന്നു. കുട്ടിക്കാലത്ത് മഹാഭാരതം വായിക്കുമ്പോൾ യുദ്ധമാണ് അതിൽ ഏറ്റവും പ്രധാനം. യുദ്ധം വായിച്ചാൽ രസിക്കുന്നത് 13 വയസ്സുകാരനും 15 വയസ്സുകാരനും അവരുടെ കൗമാരം ത്രസിക്കുന്ന പ്രായത്തിൽ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും യുദ്ധരംഗങ്ങളാണ് അവനെ ആകർഷിക്കുന്നത്. പക്ഷെ ഈ 14 വയസ്സുകാരൻ 50 വയസ്സുകാരനായി കഴിഞ്ഞ് മഹാഭാരതം വായിക്കുമ്പോൾ യുദ്ധത്തിന് ഇതിനെ എഴുതപ്പെട്ട കൃതിയാണ് അത് എന്നുള്ള നിലയിലാണ് അത് വായിക്കുന്നത്. കുറച്ചുകൂടി പ്രായം ചെന്നൊരു 70 വയസ്സുകാരൻ അത് വായിക്കുമ്പോൾ ലോകത്തിൽ യുദ്ധം എന്ന് പറയുന്നത് സഹോദരന്മാർ തമ്മിലുള്ള പോരാട്ടമാണ്, ഇതിനുള്ള വെളിച്ചം അത് ഉൾക്കൊള്ളുന്നുണ്ട്. വായനയുടെ ഒരു ഘട്ടത്തിൽ വെച്ച് അവൻ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവർക്കും നഷ്ടം വരുന്ന ഏക പ്രവൃത്തി യുദ്ധം ആണ്. മറ്റത് എവിടെയെങ്കിലും ഒരാൾക്ക് ലാഭം കിട്ടിയാൽ മറ്റൊരാൾക്ക് നഷ്ടം, അല്ലെങ്കിൽ ഒരാൾക്ക് നഷ്ടം വന്നാൽ മറ്റൊരാൾക്ക് ലാഭം, ഇത് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷെ യുദ്ധത്തിലതില്ല. യുദ്ധത്തിൽ എല്ലാവർക്കും നഷ്ടം കിട്ടുന്നു, ആർക്കും നേട്ടമൊന്നും കിട്ടുന്നില്ല. എൻ്റെ എതിർകക്ഷിയിലുള്ള 100 പേര് മരിച്ചു എന്നെനിക്ക് കുറ്റം കൊള്ളാൻ പറ്റുന്നു. എൻ്റെ സ്വന്തം പേരിലുള്ള കക്ഷിയിലുള്ള 50 പേര് മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം എന്ന ഈ പാതകത്തിനെതിരായി എഴുതപ്പെട്ട പുസ്തകമാണ് മഹാഭാരതം എന്ന് നമ്മളുടെ കൂടുതൽ ഉയർന്ന ഒരു തലത്തിലുള്ള വായനയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ടീച്ചർ പറയുന്ന രാമായണത്തിൽ ഇത് തന്നെയാണ് സംഭവം. മനുഷ്യൻ്റെ ദുഃഖങ്ങളാണ് രാമായണം പറഞ്ഞത്. ശോകം ശ്ലോകമായി എന്ന് ആദ്യം പറയുന്നു. അനവത്യതയുടെ ദുഃഖം, മക്കളില്ലാത്തതിൻ്റെ ദുഃഖം, മക്കളെ വേർതിരിയുന്നതിൻ്റെ ദുഃഖം, വൈധവ്യത്തിൻ്റെ ദുഃഖം, സഹോദരന്മാർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ദുഃഖം, ഇങ്ങനെ ശാശ്വതമൊന്നിയ ദുഃഖം, മനുഷ്യ ജീവിതത്തിൻ്റെ വേരിലും തടിയിലും പൂവിലും കയ്പിൻ ഗന്ധം എന്ന് പറയുന്നത് പോലെ ഈ ദുഃഖത്തിൻ്റെ ഇതിഹാസം ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നേരിയ മഹാഭാരതത്തിൻ്റെ ഒരു പ്രക്ഷീണിതമായ ഛായയാണ് ഇലിയഡിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇലിയഡിൽ ഞാൻ അതാണ് കണ്ടത്. അതേപോലെ തന്നെ മാലാനി രാമായണം വായിച്ച പോലെ അല്ല സിറ്റി നാരായണസ്വാമി രാമായണം വായിക്കുന്നത്. വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലാണ് ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. മലയാളത്തിൽ ഉറുവിനെ ഏറ്റവും സ്വാധീനിച്ചത് മനുഷ്യസ്നേഹം ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ മനുഷ്യസ്നേഹം പാവങ്ങളിൽ നിന്നാണ് ഉറുവിന് നാലപ്പാടിന് ഇതിനെ പൊന്നാനി കളരിക്ക് മുഴുവൻ കിട്ടിയത്. ആ രീതിയിലാണ് നമ്മൾ ആ കൃതികൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. നാലപ്പാട് 1924 കൂടിയാണ് പാവങ്ങൾ പരിഭാഷപ്പെടുത്താൻ തുടങ്ങിയത്. ആ പാവങ്ങൾ പരിഭാഷപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ആരും പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ഒരു വലിയ പ്രശ്നമില്ല. മകളോദയക്കാരെ സാഹിത്യത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ അച്ചടിക്ക് വിൽപ്പനയ്ക്ക് കച്ചവടവുമായിട്ട് വലിയ ബന്ധമുള്ളൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു പുസ്തകം അച്ചടിച്ച് കഴിഞ്ഞാൽ ആര് അത് വാങ്ങും എന്നുള്ളൊരു പ്രശ്നം വന്നു. അന്നതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദേശാംഗൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന് സഹൃദയത്വം പോലെ തന്നെ കച്ചവടത്തിൽ കണ്ടെത്തുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹം ആരും പണം മുടക്കി ചിലവാക്കും എന്നുള്ള ചോദ്യം വന്നു കഴിയുമ്പോൾ വള്ളത്തോളാണ് മുൻപോട്ട് വന്നത്. വള്ളത്തോളിൻ്റെ സാഹിത്യപദ്ധതിയും ഖണ്ഡകാവ്യങ്ങളും ഒക്കെ ചൂടപ്പം പോലെ വിറ്റ് പോകുന്നൊരു കാലമാണ് 1920 തുടങ്ങി ഏതാണ്ട് 40 വരെയുള്ള കാലം.
എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ പണയം വെച്ചാണ് പാവങ്ങൾ തിരിച്ച് പുറത്തെടുക്കണം എന്ന് പറയേണ്ടത് വള്ളത്തോൾ. അങ്ങനെ വള്ളത്തോളിൻ്റെ സാഹിത്യമന്യന് ഉൾപ്പെടെയുള്ള കൃതികൾ പണയം വാങ്ങിച്ചുകൊണ്ടാണ് പാവങ്ങൾ അച്ചടിച്ചെടുത്തത്. നമ്മുടെ സാഹിത്യചരിത്രത്തിൽ രസമായിട്ടുള്ളൊരു കഥയുണ്ട്. ഈ മംഗളോദയം ഇങ്ങനെ പാവങ്ങൾ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാലത്ത് നമ്മുടെ പ്രശസ്തനായ ഒരു കവി ഉണ്ടായിരുന്നു, പഴയ കവിയാണ്, ഒറവങ്കര നീലകണ്ഠ നമ്പൂതിരി, നീലകണ്ഠ രാജ എന്നാണ് അദ്ദേഹത്തെ പറയാറ്. ഈ ഒറവങ്കര അങ്ങനത്തെ ആവശ്യത്തിന് തൃശ്ശൂർ വന്നു. അന്ന് മംഗളോദയത്തിൻ്റെ മാനേജർ വളർത്തുന്നു, പാവങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒറവങ്കര വന്ന് പുറത്തിങ്ങനെ നിന്നു. പുറത്ത് അദ്ദേഹം കാത്തു നിന്ന് കഴിഞ്ഞപ്പോൾ എന്തോ കാര്യത്തിന് അദ്ദേഹം വള്ളത്തോളം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ വള്ളത്തോളിനെ ഒറവങ്കരെ നേരിട്ട് പരിചയമില്ല. ഇത് നമ്പൂരി എവിടെയാണ് നിൽക്കണം നിർത്തി മാത്രമേ ഉള്ളൂ. വള്ളത്തോളം ആ കാര്യം കഴിഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പുറത്തേക്ക് വന്നു. അപ്പോഴും ഈ നമ്പൂരി അവിടെ തന്നെ നിൽക്കുന്നു. അത് ഇന്ന് വള്ളത്തോളം അകത്തേക്ക് തന്നെ കയറിപ്പോയി. പിന്നെ അകത്തി എന്ന ആള് വള്ളത്തോളിനോട് ചോദിച്ചു, ഒറവങ്കര അവിടെ നിൽക്കണ്ട്, കണ്ടില്ലേ? ഇത് എനിക്ക് പരിചയമില്ല, പുറത്ത് നിൽക്കുകയാണോ? അതെ. വേഗം വള്ളത്തോളം പുറത്തേക്ക് വന്നു. മനസ്സിലായില്ല കേട്ടോ ആള്. ഒന്നും പറയാനില്ലേ ആളെ, നിലത്ത് വന്നിരിക്കാം, എന്തായാലും പുറത്ത് നിൽക്കുന്നത് മനസ്സിലായില്ല ആളെ, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അതിൻ്റെ കാര്യമൊന്നുമില്ല. എന്താ മാത്രമല്ല അകത്ത് പാവങ്ങളെ അടിച്ച് പുറത്താക്കുകയാണെന്ന് തെറ്റി വന്നതാണ് ഞാൻ പറ്റാണ്ടിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ പാവങ്ങളെ അടിച്ച് പുറത്താക്കണത്തേക്ക് ഈ പാവം നമ്പൂരി കയറി ചെന്നതിനാണ്. അങ്ങനെ ഈ ഒറവങ്കര ഉൾപ്പെടെ നമ്മളുടെ പഴയ തലമുറയിൽപ്പെട്ട കവികളെ പോലും വായിക്കാൻ പ്രേരിപ്പിച്ച പുസ്തകമാണ് പാവങ്ങളിലുള്ളത്. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് കുറ്റവും ശിക്ഷയും എന്ന പരിഭാഷ നമ്മൾ ദോസ്റ്റോവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന ഐതിഹാസികമായ നോവൽ വിവർത്തനം ചെയ്യപ്പെടുന്നു. പാവങ്ങൾ മനുഷ്യ ജീവിതത്തെ അതിൻ്റെ വിസ്തൃതിയിൽ കാണുമ്പോൾ കുറ്റവും ശിക്ഷ എന്നുള്ള നോവൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നാഴ്ന്നാഴ്ന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രം. ഒരാൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഉപരിതലത്തിൻ്റെ വൈവിധ്യങ്ങളെ മുഴുവൻ നമ്മളുടെ മുമ്പിൽ അനാവരണം ചെയ്യുമ്പോൾ മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകളെ ചുഴിഞ്ഞിറങ്ങി കാണുകയാണ് കുറ്റവും ശിക്ഷയും നോവൽ ചെയ്യുന്നത്. മാത്രമല്ല പാവങ്ങൾ എന്നുള്ള നോവൽ എന്തുകൊണ്ട് മലയാളി കൂടുതൽ ഇഷ്ടപ്പെട്ടു? മലയാളി എന്നല്ല, ഇന്ത്യൻ സാഹിത്യകാരന്മാരിൽ ഇന്ത്യയിലെ എഴുത്തുകാരന് കൂടുതൽ സ്വാധീനം ചെലുത്തി. എനിക്ക് തോന്നുന്നത് അക്കാലത്ത് നമ്മളുടെ സാമൂഹ്യ പരിസ്ഥിതിക്കും അതിനൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പാവങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അത് തുടക്കം അതിൽ ഡീല മെത്രാൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അതിൽ ഒരു വൃദ്ധൻ ഉണ്ട്, ഗിൽഡോർമാൻ എന്ന പേരായിട്ടൊരു വൃദ്ധൻ. ആ ഗിൽഡോർമാന് 2 പെൺമക്കളാണ്. മൂത്ത മകൾ അവിവാഹിതയാണ്, അച്ഛൻ്റെ കൂടെ അച്ഛനെ പരിചരിച്ചുകൊണ്ടാണ് കൂടെ താമസിക്കുക. രണ്ടാമത്തെ മകളുടെ മകനാണ്, രണ്ടാമത്തെ മകൾ മരിച്ചുപോയി, ആ മകളുടെ മകനാണ് മരിയൂസ്. ഈ മരിയൂസ് അതായത് ഗിൽഡോർമാൻ്റെ പൗത്രനാണ് മരിയൂസ്. മരിയൂസ് പുതുതലമുറയിൽപ്പെട്ട ആളാണ്. ഗിൽഡോർമാൻ തനി പഴഞ്ചൻ യാഥാസ്ഥിതിക മനോഭാവത്തിൽപ്പെട്ടത്. അപ്പം അന്ന് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന കാലമാണ്. രാജഭരണമാണ്, ചക്രവർത്തിയുടെ ഭരണമാണ് സർവശ്രേഷ്ഠമായ ഭരണം എന്നുള്ള കാര്യത്തിൽ ഈ മുത്തച്ഛൻ ഗിൽഡോർമാൻ ഒരു സംശയവും. പക്ഷെ പൗത്രനും പുതിയ തലമുറക്കാരനുമായ മരിയൂസ് ഈ ഫ്യൂഡൽ പ്രഭുത്വം നശിച്ചു പോകണമെന്നും രാജവാഴ്ച അവസാനിക്കണമെന്നും ജനാധിപത്യമാണ് ഏറ്റവും നല്ല ഭരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നും വഴക്കാണ് വീട്ടിലിരുന്നേക്ക്. ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ മേന്മയെപ്പറ്റിയാണ് മുത്തശ്ശൻ പറയുന്നത്, ജനാധിപത്യത്തിൻ്റെ മഹനീയതയെപ്പറ്റിയാണ് പൗത്രൻ പറയുന്നത്. ഈ തർക്കം മൂത്ത് ഒരു ദിവസം മുത്തശ്ശൻ ശകാരിക്കും, പൗത്രനെ ശകാരിക്കും. ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്, ചക്രവർത്തിയെ മാനിക്കാത്തവനെ എനിക്ക് വേണ്ട. ക്ഷുഭിതനായ പൗത്രൻ ഇറങ്ങി പോവുകയും ചെയ്യും. എനിക്ക് ഈ രാജവാഴ്ചയുടെ ഉച്ഛിഷ്ടം തിന്ന് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ നടന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് പൗത്രൻ വരും എന്നാണ് വിചാരിച്ചത്. ഒരു ദിവസം കഴിഞ്ഞു, 2ാം ദിവസമായിട്ടും പൗത്രൻ വരുന്നില്ല. അവിടെ പിറ്റേ ഒരു വാചകം എഴുതുന്നുണ്ട്, മക്കളെ സ്നേഹിക്കാത്ത അച്ഛന്മാരുണ്ടാവാം, മക്കളുടെ മക്കളെ ആരാധിക്കാത്ത മുത്തച്ഛന്മാരുണ്ടാവില്ല. ഈ പൗത്രൻ പോയതോടുകൂടി ഇയാൾക്ക് ദേഷ്യം.
കൂടെ താമസിക്കുന്ന മകളെയാണ് ശകാരമില്ല, അവൾ കാരണം എനിക്ക് ഇത് മുഴുവൻ എന്നുള്ള പറ്റുന്ന ശകാരിക്കുന്നു. അവർക്ക് ഇത് ശീലമായി, മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പറഞ്ഞു അവന് കുറച്ച് പണം അയച്ചു കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഈ വീട്ടിലേക്ക് അവൻ കയറാൻ പാടില്ല, കുറച്ച് പണം അയച്ചു കൊടുത്തിട്ട് നമ്മളുടെ പോലത്തെ ഒരു തറവാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പശി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ തറവാടിന് തന്നെ അത് അഭിമാനം ക്ഷയം കുറച്ച് പണം അയച്ചു കൊടുത്തേക്കാണ്. വലിയമ്മ അയാൾക്ക് പണം അയച്ചു കൊടുത്തു. എന്നെ വേണ്ടാത്ത ആളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അയാൾ പണം തിരിച്ചയച്ചു. ഇത് തിരിച്ചു വന്ന വിവരം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ മുത്തശ്ശൻ എന്ത് പൊട്ടിച്ചാവും. അതുകൊണ്ട് ഇവളിത് മാറ്റി വെച്ച് സൂക്ഷിച്ചു വെച്ചു. ഇത്തരം ഈ ഒരു അവസ്ഥ ഇവിടെ ചിത്രീകരിച്ചിരുന്നു. അന്നത്തെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ പഴയ തലമുറ ജോർജ് ആറാമിൻ്റെ ഭരണം അല്ലെങ്കിൽ ജോർജ് അഞ്ചാമിൻ്റെ വിക്ടോറിയയുടെ ഭരണം, ചക്രവർത്തിയുടെ ഭരണമാണ് ഏറ്റവും നല്ല ഭരണം എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതല്ല, സ്വാതന്ത്ര്യമാണ് പ്രധാനം, ജനാധിപത്യമാണ് പ്രധാനം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു യുവതലമുറയും അക്കാലത്തുണ്ടായിരുന്നു. അതായത് എല്ലാ മലയാളി വീട്ടിലും ഒരു ഗിൽനോർമാനും ഒരു മരിയൂസും ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ പുസ്തകം പെട്ടെന്ന് അംഗീകരിക്കപ്പെട്ടത് അതുകൊണ്ടുകൂടിയാണ്. ആ പ്രത്യേക കാലഘട്ടത്തിൻ്റെ സവിശേഷതയോടുകൂടി എപ്പോഴും രണ്ട് തലമുറകളുടെ വൈജാത്യം എവിടെയുണ്ടോ അവിടെയൊക്കെ പാവങ്ങൾ എന്നുള്ള പുസ്തകം നിങ്ങളെ കാണാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു എന്നാണ് വാസ്തവം. അതേപോലെ തന്നെ സ്വന്തം കുടുംബം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയും റസ്കോൾനിക്കോഫ് എന്ന യുവാവിൻ്റെ കഥയുമാണ് കുറ്റൂഷയും എന്നുള്ള പറയുന്നു. അയാളൊരു വൃദ്ധയായ പുണ്യക്കാരിയെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. കവർച്ചയായിരുന്നു അയാളുടെ ഉദ്ദേശം. അയാൾ വളരെ തന്ത്രപൂർവ്വം അത് നിർവഹിക്കുകയും ചെയ്തു. അവസാനം ഇയാളുടെ മനസ്സാക്ഷി കുത്തുകൊണ്ട് ഇത് ആരോടാണ് ചെന്നൊന്ന് പറയുക, ഈ കുറ്റം ഏറ്റു പറയുക. ഒടുക്കം 18 വയസ്സായ ഈ അഭിചാരികയായ സോണിയയുടെ സ്വന്തം അച്ഛന് മരുന്ന് വാങ്ങാൻ വേണ്ടി, രണ്ടാനമ്മയിൽ തനിക്കുണ്ടായ അനുജന്മാർക്ക് അപ്പം വാങ്ങാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ തെരുവിലിറങ്ങി കളഞ്ഞ് വ്യതിചരിച്ചിരുന്ന ഈ സോണിയ ഇയാളുടെ മുമ്പിൽ ഒരു ദേവതയെ പോയി നിൽക്കുക. ഇയാൾ ഓടിച്ചെന്ന് സോണിയയുടെ മുമ്പിൽ മുട്ടുകുത്തിയെന്ന് അമ്മ കുറ്റമ്മയ്ക്ക് പറയുന്നു. ഞാനാണ് ആ ഉണ്ടിയക്കാരിയെ വെട്ടിക്കൊണ്ടത്, കവർച്ചയായിരുന്നു എൻ്റെ ഉദ്ദേശം എന്നെ തേങ്ങി കരയുന്നത് ഭാഗം. ഇത് കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ഒക്കെ അപ്പുറം മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ, മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളുടെ, അവൻ്റെ ഉള്ളൊരുക്കുന്ന ദുഃഖങ്ങളുടെ അനാവരണമായി മാറിയിട്ടുണ്ട്. ഇത്തരം രംഗങ്ങൾ തുടർച്ചയായി വരുമ്പോഴാണ് പലപ്പോഴും ഈ ലോക ക്ലാസിക് കൃതികൾ എൻ്റെ സ്വന്തം കൃതിയായി ഞാൻ എൻ്റെ പശ്ചാത്തലത്തിൽ, എൻ്റെ സംസ്കാര പശ്ചാത്തലത്തിൽ വായിക്കുന്നത്. വായന എപ്പോഴും ആഘോഷമായി തീരുന്നത് ആ നിലയിലാണ്. പിന്നെ വേറൊരു കാര്യം, എല്ലാ കൃതികളും പരിഭാഷയ്ക്ക് വിധേയമാവണം എന്നില്ല. പ്രത്യേകിച്ച് കവിത കൃത്യമായിട്ട് ഗദ്യം പിന്നെയും നമുക്കൊരു 80% ചെയ്യാൻ പറ്റും. കവിത എനിക്ക് തോന്നുന്ന ഒരു 30% പോലും സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഓമനത്തിങ്ങൾക്കിടാവും നല്ല കോവളത്താമര പൂവ്, പൂവിൽ നിറഞ്ഞ മധുവു എന്നുള്ള മലയാളിക്ക് എല്ലാവർക്കും രസിക്കുന്ന കവിത ഈ ലോകത്തിൽ ഏത് ഭാഷയിലേക്ക് തരുന്നതുണ്ട്. ഇതേ ആർദ്രത്തോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം എഴുതി വയ്ക്കാൻ പറ്റും. ഗദ്യത്തിലേക്ക് അർത്ഥം എഴുതി വയ്ക്കാൻ പറ്റുമ്പോൾ തെറ്റുകൂടാതെ തന്നെ. അല്ലെങ്കിൽ കാച്ചിയെ മോരൊഴിച്ച് ഒപ്പി വടിച്ചിട്ട് കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാനർ സമ്പളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. ഇന്നത്തെ അമ്മയും ഇതൊക്കെ ചെയ്യണ്ട. കാച്ചിയെ മോരൊഴിച്ച് ഒപ്പി വടിച്ചിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് നിങ്ങളെ തർജ്ജമ ചെയ്ത് നോക്കും. എന്തൊരു വികലമായ സംഭവമാണ് ഇതാണ് സംഭവിക്കുന്നത്. ഓരോ സംസ്കാരത്തിൽ നിന്നും ജെർമിനേറ്റ് ചെയ്ത് വരുന്ന ചില പദപ്രയോഗങ്ങളും ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷിൽ ഇതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ റൊമൈൻ റോളൻസിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്നുള്ള പുസ്തകം ഞാൻ തർജ്ജമ ചെയ്തപ്പോൾ ഒരു വാചകത്തിൻ്റെ മുമ്പ് സാഷ്ടാംഗം നമസ്കരിച്ചു. ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് കൂടി ഒരു ദിവസം ഉല്ലസിക്കാൻ വേണ്ടി ജന്മനാട്ടിൽ നിന്ന് തൊട്ടടുത്തൊരു ദ്വീപിലേക്ക് പോകുന്നതാണ്. അവളാണെങ്കിൽ ഇയാൾക്ക് ആദ്യത്തെ അനുരാഗമാണ്, അതിൻ്റെ വിശുദ്ധി മുഴുവൻ ഇയാൾ കൊണ്ടുകളൊക്കെ അടിച്ചു പോയി. അവളാണെങ്കിൽ ഒരു ഫ്ലോട്ടായിട്ടുള്ളൊരു പെണ്ണാണ്. അവൾക്ക് ഇതിൽ എന്തൊക്കെ താല്പര്യമൊന്നുമില്ല.
ചില മാസങ്ങളിൽ ഒരുത്തൻ്റെ കൂടെ പോവും, ഒരാഴ്ച ചുറ്റി കഴിഞ്ഞ് തിരിച്ചു വരും. ഇങ്ങനെയൊക്കെയാണ് അവളുടെ ജീവിതം. അത് ഇയാൾക്കറിയില്ല. ഇയാൾ ഇവിടെയും കൊണ്ട് ജീവിതത്തിലെ പ്രഥമ അനുരാഗത്തിൻ്റെ എല്ലാ ചാരിത്തായകളും സൗഭാഗ്യത്തോടും കൂടി പോവുക. ഇവൾ മനഃപൂർവ്വം ആ ജീവിതത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് വൈകുന്നേരം തിരിച്ചു പോകാനുള്ള ബോട്ട് വെച്ച് മിസ് ചെയ്തു. വരാൻ നിർത്തിയില്ല. അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വരില്ല. ഈ ചെറുക്കൻ ആകെ ഭയന്ന് പരിഭ്രമിച്ച് അവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. അവൾ കണ്ട് അതൊന്നും സാധിക്കില്ല, നമുക്കവിടെ താമസിക്കാം. ഇവിടെ ആ ഹോട്ടലിൽ മുറിയിൽ ഇവർ താമസിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനും സന്തോഷം. ഇവരുടെ ഒപ്പം ഒരു മുറിയിൽ ഒരു ദിവസം താമസിക്കുകയാണ്. എന്നിട്ട് അവളും ആഘോഷിക്കുന്ന ഭാഗത്ത് റൊമാൻറ്റോളൻ്റെ ഒരു വാദ്യ കഴിഞ്ഞു. ആൻഡ് ദേ ഷെയർഡ് ദ നത്തിങ്നെസ് ഓഫ് ദെയർ സ്ലീപ്പ്. ഈ വാദ്യ ഇങ്ങനെ തരുകയും ആൻഡ് ദേ ഷെയർഡ് ദ നത്തിങ്നെസ് ഓഫ് ദെയർ സ്ലീപ്പ് എന്നതാണ് അവിടെ വാദ്യ ഇങ്ങനെ ഒരാഴ്ച ഞാൻ കൊണ്ടുവന്നു. എങ്ങനെയാണ് തങ്ങയില്ലെന്ന് അറിയാവുന്നു. എന്തെഴുതിയിട്ടും ആ അന്തരീക്ഷം കിട്ടുന്നില്ല. അവസാനം ഇനി വായിക്കില്ല, എന്ത് വാദ്യം വായിക്കും. അങ്ങനെയാണ് അത് കിട്ടും. തങ്ങളുടെ നിദ്രയുടെ നിശൂന്യതയിൽ അവർ പങ്കാളികളായി എന്ന് മാത്രം. പക്ഷെ പങ്കാളികളായി എന്നാണ് എഴുതിയത്. ഷെയർഡ് എന്നുള്ളതിൻ്റെ അല്ല. ആ വൈകല്യം പോലും എങ്കിലും കഷ്ടിച്ച് അതിൻ്റെ അടുത്ത് വരെ എത്താം എന്നുള്ള, അകത്തേക്ക് കയറാൻ പറ്റില്ല, വരാൻ തന്നെ നിൽക്കാം എന്നുള്ള നിലയിൽ തർജ്ജമ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ തർജ്ജമയും ഓരോ വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അയ്യപ്പ പണിക്കരെ പോലെ മഹാപണ്ഡിതനും അനുഗ്രഹീതനുമായിട്ടൊരു കവി വേസ്റ്റ് ലാൻഡ് തർജ്ജമ ചെയ്തിട്ടും നമ്മൾ വേസ്റ്റ് ലാൻഡ് വായിക്കുന്ന അനുഭവം കിട്ടുന്നുണ്ട്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറച്ചുകൂടി ഈസിനെസ് നമുക്ക് കിട്ടും. ഇപ്പം ചില കവികൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേക വാക്കുകളുണ്ട്. ആ വാക്കുകൾ എങ്ങനെ കർമ്മ ചെയ്യുന്നു കഴിഞ്ഞാൽ എഡിറ്റ് സിറ്റുവൻ എന്ന പേരായിട്ടുള്ള ഒരു അമേരിക്കൻ കവയിത്രി, അവരുടെ ഒരു കവിതയിൽ ഒരു കവിത എഴുതിയതിൽ മാർത്ത കളേർഡ് ഗാർമെൻറ്റ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. മാർത്ത കളേർഡ് ഗാർമെൻറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ബ്ലാക്ക്, വൈറ്റ്, റെഡ്, പിങ്ക് പല കളറിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. ഈ മാർത്ത കളർ ഗാർമെൻറ്റ്, ഈ മാർത്ത കളർ തർജ്ജമ ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെ തർജ്ജമ ചെയ്യും? എന്നിട്ട് ഒടുക്ക അന്വേഷിച്ചപ്പോൾ അവരൊരു പറഞ്ഞു കൊടുത്തു. ഇവർ കുട്ടിക്കാലത്ത് വീട്ടിൽ താമസിച്ച് ഇവരുടെ വീട്ടിൽ വേലയ്ക്ക് വന്നിരുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവർ ഇന്ന് ഒരേ തരത്തിലുള്ള ഉടുപ്പാണുള്ളത്, ഒരേ കളറിലുള്ള. ആ സ്ത്രീയുടെ പേരാണ് മാർത്ത. അതുകൊണ്ടാണ് മാർത്ത കളർ ഗാർമെൻറ്റ് എന്നറിഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ ഇത് തർജ്ജമ ചെയ്യും. ആ പ്രത്യേക കവിത എഴുതിയപ്പോൾ ആ കവയിത്രിയുടെ മനസ്സിലുണ്ടായിരുന്ന ആശയം ഇതിന് മറ്റൊരു ഭാഷക്കാരൻ പകർന്നു കിട്ടാൻ പറ്റും. ഈയൊരു ഒരുപാട് ഈ ഹർഡിൽസാണ് നമ്മളുടെ കായിക വിനോദങ്ങളുടെ കൂട്ടത്തിൽ ഹർഡിൽസിനോടാണ് തർജ്ജമയെ താരതമ്യപ്പെടുത്താവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചാടി ചാടി പോകുന്നു ഇങ്ങനെയാണ്. പക്ഷേ എങ്ങും കാല് തട്ടാതെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ജയം എന്നിങ്ങനെ പറയുന്നു. പക്ഷേ തട്ടാതെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഉദാഹരണമായിട്ട് സംസ്കൃതത്തിൽ നിന്നുള്ള കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ പോലും ഈ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ രഘുവംശം എന്ന കാവ്യത്തിൽ ദിലീപൻ പശുവിനെ പരിപാലിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ ഒരു സിംഹം ഈ പശുവിൻ്റെ മേലേക്ക് ചാടി വീഴുന്നതാണ് അതിലെ ഒരു സംഘത്തിലെ കഥ. അവിടെ മെയിന് നടക്കുന്ന പശുവിൻ്റെ മേലേക്ക് സിംഹം ചാടി വീഴും. തൊട്ടടുത്ത ഇതിൽ നിറയെ പൂത്തു നിൽക്കുന്ന ഒരു പാച്ചോക്കി മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഈ സിംഹം പശുവിനെ കീഴടക്കാൻ ശ്രമിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകത്തിൽ സിംഹം ദിലീപനുമായിട്ട് ചർച്ച, എൻ്റെ അരയല്ലേ, അതെനിക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് തർക്കിക്കുന്നു. ഇങ്ങനെ 3 ദിക്കിലാണ്. 3 ശ്ലോകങ്ങളിൽ കാളിദാസൻ ആദ്യത്തെ ശ്ലോകത്തിൽ സിംഹം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ശ്ലോകത്തിൽ കേസരി എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മൂന്നാമത്തെ ശ്ലോകത്തിൽ മൃഗരാജൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിത് 3 സിംഹം തർജ്ജമ ചെയ്താൽ മതി, അല്ലെങ്കിൽ കേസരി എന്ന് തർജ്ജമ ചെയ്താൽ മതി. പക്ഷെ കാളിദാസൻ്റെ ആശയം മുഴുവൻ അതിൽ വരുന്നില്ല.
ഈ പശുവിൻ്റെ മേലേക്ക് ചാടി വീണത് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഹിംസയാണ് ഉദ്ദേശിച്ചത്. ഹിംസ ഉദ്ദേശിച്ചപ്പോൾ അവിടെ സിംഹം പിന്നെ തിരിച്ചിട്ടാണല്ലോ, സിംഹം തന്നെയുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. രണ്ടാമത് ഇവർ ഇഴഞ്ഞൊരു നിറയെ പൂത്തു നിൽക്കുന്ന ഒരു പാച്ചോറ്റി മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ പശുവും സിംഹവും വെച്ചത്. പാച്ചോറ്റി മരം പൂത്തു കഴിഞ്ഞാൽ ആ വെള്ള പൂക്കളിൽ നിന്ന് കേസരങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങിക്കിടക്കും. ആ കേസരങ്ങൾ തൂങ്ങിക്കിടക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അത് കേസരി, സിംഹവേളയിന് പകരം കേസരി എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ ഇപ്പോഴത്തെ രാജാവാണ്, രാജാവിനോട് തുല്യ പദവിയിലുള്ളവനാണ് തർക്കിക്കേണ്ടത്. അതുകൊണ്ട് അത് മൃഗേന്ദ്രൻ ആയിട്ടുണ്ട്, മൃഗരാജാവായിട്ടുണ്ട്. രാജപദവിയിലുള്ളവരാണ് തുല്യത. ഈ സൂക്ഷ്മ ഭംഗി എങ്ങനെ നമ്മൾ തടഞ്ഞിട്ടുണ്ട്? അത്തരം ഹാൻഡിൽസുകൾക്ക് പൊക്കം കൂടുതലുണ്ട്. അവിടെ മിക്കവാറും കാൽ തട്ടും, അപ്പോഴത്തേക്ക് കടന്നു വീഴും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അടിസ്ഥാനപരമായി ദുഃഖം വരുമ്പോൾ നിസ്സഹായനായി കരയുകയും സന്തോഷം വരുമ്പോൾ അതുവരെയുള്ള ദുഃഖത്തെ മുഴുവൻ മറന്ന് ചിരിക്കുകയും പക കൊണ്ടു നടക്കുകയും കുറച്ച് കഴിയുമ്പോൾ ഈ പകർക്കൊന്നും അർത്ഥമില്ല എന്ന് ബോധ്യം വരികയും ചെയ്യുന്ന മനുഷ്യൻ ലോകത്തിലെല്ലായിടത്തും. അതുകൊണ്ട് ലോകത്തിൽ എല്ലായിടത്തും എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ ഒരതിനോളം നമ്മുടെ പുസ്തകങ്ങളിലുണ്ട്. ഹാപ്പി ഫാമിലീസ് ആർ ഓൾ അലൈക്ക്, എവരി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ എന്ന് ടോൾസ്റ്റോയ് അന്നാകാർണിയുടെ ആദ്യം കൊടുത്തിട്ട് അതുപോലൊരു വാല എഴുതാൻ സാധിക്കും. ഹാപ്പി ഫാമിലീസ് ആർ ഓൾ അലൈക്ക്. ശരിയാണ്, ഏത് നാട്ടിലും അത് തന്നെയാണ് സ്ഥിതി. ഹാപ്പി ഫാമിലീസ് ആർ ഓൾ അലൈക്ക്, എവരി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. ഈ ഇത്തരം ഗ്രന്ഥപരമ്പരകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോധ്യം ഈ മഹാസാഗരത്തിൻ്റെ തീരത്തൊരു തൈ മാത്രമാണ് ഞാൻ. എൻ്റെ അഹന്തയുടെ എല്ലാ മുള്ളുകളും എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ആ ഉണ്മയെപ്പറ്റിയുള്ള ബോധം തന്നെയാണ് ക്ലാസിക്കിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മലയാളത്തിലെയും മികച്ച ഒരുപാട് കൃതികളുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അങ്ങോട്ടും തർജ്ജമ. നമ്മളിപ്പോൾ പാലത്തിട്ട് ഇങ്ങനെ മാത്രമേ നടക്കാറുള്ളൂ. പാലത്ത് മക്കളോട് അങ്ങോട്ടും കുറേ നടന്നാൽ മാത്രമേ പറ്റൂ. എം പിയുടെ എത്രയോ കഥകൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. മുസാക്കുട്ടി പരിഭാഷപ്പെടുത്തിയ നോബൽ സമ്മാനം കിട്ടിയ കഥകളുണ്ട്. ആ കഥകളിലേക്കാൾ എത്രയോ മികച്ച കഥകൾ ചന്ദ്രമതി എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇംഗ്ലീഷിലേക്ക് കടന്നു പോകുന്നില്ല. ചില കൊച്ചു കഥകൾ ദാരിദ്ര്യത്തെ പറ്റി ചന്ദ്രമതി എഴുതിയ ഒരു കൊച്ചു കഥയുണ്ട് ദാരിദ്ര്യത്തെ പറ്റി. കാക്ക എന്ന കഥയുടെ പേര്. ജസ്റ്റ് ഒരു ദാരിദ്ര്യം. ഒരു 14 വരി കൂടുതലില്ല. പക്ഷെ എന്തൊരു ആഘാതമുള്ള കഥ നമ്മളുടെ മനസ്സിലുള്ളതാണ്. എന്തെങ്കിലും ആ കഥ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫ്ലാറ്റിൽ ഒരു പുരുഷനും അയാളുടെ ഭാര്യയും 6 വയസ്സായ മകനും കൂടെ താമസിക്കുകയാണ്. ഭാര്യ മരിച്ചു. ഒരാണ്ട് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ആദ്യം കുറച്ച് ദിവസമൊക്കെ വിഷമം തോന്നിയിട്ടില്ല. അതിൻ്റെ പ്രായം 6 വയസ്സല്ലേ, ആ വിഷമമൊക്കെ പോയി. ആണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ശ്രാദ്ധ കുട്ടിനാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതൊന്നും ചന്ദ്രമതി പറയുന്നില്ല. ചില സൂചനകൾ മാത്രം നൽകുന്നുള്ളൂ. ബലിയിട്ട് ആ കവ്യച്ചോറ് പിണ്ടം ഉരുട്ടി ഫ്ലാറ്റിൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴത്തേക്കും മഴയാകാൻ തുടങ്ങി. അച്ഛൻ മോനെ വിളിച്ചു, ഭാഗത്തേക്ക് മഴ കൊള്ളണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് കാക്ക ഇത് കൊത്തി തിന്നാൻ കാണണം. അതാണ് താല്പര്യം. വേണ്ട, മഴ കൊള്ളും. എന്നിട്ട് അവിടെ നിന്ന് വാച്ച്മാനോട് പറഞ്ഞു മറ്റു ജന്തുക്കളെ എടുക്കാതെ നോക്കിക്കൊള്ളു. ഇത് പറഞ്ഞ് കുട്ടിയെ എടുത്തുകൊണ്ട് അത് കിട്ടുന്നു. വാച്ച്മാൻ ഇങ്ങനെ നോക്കിയിട്ട് ആ ഗേറ്റിൻ്റെ ഒരു ചെറിയ പെൺകുട്ടി, ഒരു 10-15 പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കച്ചമുട്ട് മാത്രം എടുത്തിട്ടു. അവിടെ ഈ വാച്ച്മാനെ നോക്കിയിട്ട് ആ ചോറ് എടുത്തിട്ടുണ്ടായി. ഇവിടെ കാക്കിയൊന്നുമില്ല, ആ ചോറ് എനിക്ക് തരാമോ എന്നൊക്കെ ഇട്ട ചോദ്യം. അതുണ്ടാക്കുന്ന ഒരു ആഘാതമുള്ള കാര്യം. ഇത് ലോകത്തിലെ എല്ലാവർക്കും മനുഷ്യർക്ക് ഫീൽ ചെയ്യുന്നതാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഫീൽ ചെയ്യുന്നതാണ്. ഇത് നേരമ്പോക്കായ മറ്റൊരു കഥയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശവകുടീരത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഒരു ചൈനക്കാരൻ ചോറും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ പ്രത്യേകം പ്ലേറ്റിൽ മരിച്ചുപോയ ആൾക്ക് വേണ്ടി വിളമ്പി വെക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് ഇംഗ്ലീഷുകാരൻ പുച്ഛത്തോട് വിളിച്ചത്. എപ്പോഴാണ് വരിക അതിൻ്റെ കർമ്മം ഇതൊക്കെ എടുക്കാൻ? നിങ്ങൾ ആ പൂവ് ഉണ്ടെന്ന് വെച്ചില്ല, ആ പൂവ് എടുക്കാൻ പറ്റുന്നതിൻ്റെ പൂക്കത്ത് നിങ്ങൾ മറുപടി പറഞ്ഞു. അതാണ് മറ്റൊരു കഥ. ഇത് നമ്മളുടെ നിസ്സഹായതയെ ചിത്രീകരിക്കുന്ന എത്രയോ രംഗങ്ങളാണ് ലോക ക്ലാസിക്കൽ
അതുകൊണ്ട് ഞാൻ പറയാൻ വിശദീകരിക്കാൻ ശ്രമിച്ച കാര്യം ഇതാണ്. ക്ലാസിക്കുകൾ ഒരു വായന കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മളുടെ സംസ്കാരം മാറുന്നതനുസരിച്ച്, നമ്മളുടെ പ്രായം മാറ്റുന്നതനുസരിച്ച് പല തലങ്ങളിൽ ഈ പുസ്തകങ്ങൾ വായിക്കപ്പെടും എന്നതാണ്. ഈ സ്വർഗവും നരകവും ഒക്കെ ഒന്നിച്ചു പോയത് ബുക്സ് ഡൗൺ ദ യങ് ഇയേഴ്സ് എന്ന് പറഞ്ഞ ഗീതയുടെ പ്രശസ്തമായിട്ടൊരു കൊട്ടേഷൻ ശാകുന്തളത്തെപ്പറ്റി, ലോകത്തിൻ്റെ സമസ്ത സൗന്ദര്യവും ഒരു ദിക്കിൽ കേന്ദ്രീകരിച്ച് അതിനെ ഒരൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കണം ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ അതിനെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കും എന്നദ്ദേഹം വളരെ പ്രസിദ്ധമായിട്ടുള്ള കൊട്ടേഷൻ പറയുന്നത്. അന്ന് നമുക്ക് ഒരുപാട് പുതിയ എല്ലാം വായിക്കാൻ പറ്റിയെന്ന് കഴിഞ്ഞില്ല. പക്ഷേ മലയാളിക്ക് ഇപ്പോഴും വേണ്ടത്ര പരിചയം കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് എഴുത്തുകൾ എനിക്കുണ്ട്. ഒരേ പുസ്തകത്തിൻ്റെ തന്നെ പലതര വ്യാഖ്യാനങ്ങളുണ്ട്. കാമൽ ബുൽക്കയുടെ രാമായണ പഠനം വായിച്ചാൽ നമുക്ക് അത്ഭുതമുണ്ട്. ലോകത്തിൽ എവിടെയൊക്കെയാണ് രാമായണം ഇങ്ങനെ പടർന്ന് പന്തലിപ്പിച്ചു കൊടുക്കുന്നത്, അവരുടെ കൾച്ചർ എങ്ങനെയാണ് അതിനെ സ്വാധീനിച്ചിട്ടുള്ളത്. ശ്രീരാമനോട് യുദ്ധത്തിന് പോകുമ്പോൾ വാൽമീകിയുടെ രാമൻ ശിവനെ സ്തുതിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ ഇന്തോനേഷ്യയിലെ മുസ്ലിം കൺട്രിയാണല്ലോ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ രാമനോട് യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടാണ് പോകുന്നത്. വളരെ സ്വാഭാവികമായിട്ടാണ് അത് തോന്നിയത്. ആ സംസ്കാരം അനുസരിച്ചേക്കത് മാറുന്നു എന്നുള്ളതാണ്. ഓരോ കൃതിയും വായനക്കാരൻ്റെ എത്തുമ്പോൾ അയാളുടെ കൃതിയാണ്, അയാളുടെ സംസ്കാരത്തിൻ്റെ കൃതിയാണ്. മാത്രമല്ല അയാളുടെ പ്രായത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചുള്ള കൃതി കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ക്ലാസിക് അവനവൻ്റെ ആത്മശുദ്ധീകരണത്തിനുള്ള ഒരു തീർത്ഥമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് തുടർന്നുള്ള മാസങ്ങളിൽ 1-2 കൃതികളെ വീണ്ടും ആവുന്നത്ര കൃതിയാണ് അനുഭവിക്കാൻ നമസ്കാരം. ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.